ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിനുള്ള വനിതാ ബീച്ച് ഹാൻഡ്ബോൾ ടീം സെലക്ഷൻ തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ വെച്ച് നടന്നു. നിരവധി താരങ്ങൾ സെലക്ഷനിൽ പങ്കെടുത്തു. ഗോവൻ ദേശീയ ഗെയിംസിലെ വെള്ളി മെഡൽ ജേതാക്കളാണ് കേരള ടീം. 49ാമത് സബ് ജൂനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരളത്തിന് വെങ്കലം. വെങ്കലത്തിനായുള്ള പോരാട്ടത്തിൽ തെലങ്കാനയെ 71-26 എന്ന പോയിന്റിന് തോൽപ്പിച്ചാണ് കേരളം വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. 14 പോയിന്റ് നേടിയ അക്ഷരയാണ് ടോപ്പ് സ്കോറർ. ദേശീയ ഗെയിംസിനുള്ള പുരുഷ വനിതാ വോളിബോൾ ടീം സെലക്ഷൻ എറണാകുളത്ത് വെച്ച് നടന്നു. ജില്ലാ തലത്തിൽ നടത്തിയ സെലക്ഷന് ശേഷം നടന്ന സംസ്ഥാനതല സെലക്ഷനിൽ നിരവധി താരങ്ങൾ പങ്കെടുത്തു. സെലക്ഷൻ ലഭിച്ച താരങ്ങളായിരിക്കും ദേശീയ ഗെയിംസിൽ കേരള ടീമിനായി മത്സരിക്കുക. തിരുവനന്തപുരം പ്രീമിയർ ടെന്നീസ് ലീഗിന്റെ 10ാം പതിപ്പ് താരലേലം കവടിയാർ ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്ബിൽ നടന്നു. 8 ടീമുകളായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കുക. 35ാമത് ദേശീയ സീനിയർ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ അൽക്ക സണ്ണിക്ക് വെള്ളി. കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത്. കാവേരി ക്രോസിൽ നടന്ന അണ്ടർ 50 സൗത്ത് ഇന്ത്യ റെസ്ലിംഗ് മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടി കേരളം. ആൺകുട്ടികളുടെ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിൽ 2ാം സ്ഥാനവും പെൺകുട്ടികളുടെ ഗ്രീക്കോ റോമൻ റെസ്ലിംഗിൽ 3ാം സ്ഥാനവും കേരളം കരസ്ഥമാക്കി. കോഴിക്കോട് വെച്ച് നടന്ന 9ാമത് സംസ്ഥാന ട്രയാത്ലൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ശ്രീദത്ത് സുധീർ 1ാം സ്ഥാനം നേടി. ഫ്രാൻസ് JK 2ഉം നബാൻ NK 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. വനിതാ വിഭാഗത്തിൽ ഹരിപ്രിയ S 1ാമതെത്തിയപ്പോൾ സന്തേജ 2ഉം സേതുലക്ഷ്മി 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ട്രയാത്ലൺ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചാമ്പ്യൻഷിപ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് വിനു കൈമൾ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം നൽകി. മെജോ മെമ്മോറിയൽ ആക്സിലേറ്റർ കപ്പിൽ DYES ബാംഗ്ലൂർ ചാമ്പ്യന്മാർ. ഫൈനലിൽ CHA കൊച്ചിയെ 1-6 ഗോളുകൾക്ക് തോൽപ്പിച്ചു. 3ാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ ആക്സിലേറ്ററിനെ ഇന്ത്യൻ ബാങ്ക് ചെന്നൈ പരാജയപ്പെടുത്തി. മലയാളി നീന്തൽ താരം സജൻ പ്രകാശും ബാഡ്മിന്റൺ പരിശീലകൻ S മുരളീധരനും 2024 ദേശീയ കായിക അവാർഡിന് അർഹരായി. സജന് അർജുന അവാർഡും മുരളീധരന് ദ്രോണാചാര്യ അവാർഡും ലഭിക്കും.